നമ്മളെ ഈ മഹല്ലത്തിൽ നടന്ന ഉസ്മാൻ്റെ മോൻ്റെ കല്യാണം കുറച്ച് ആഡംബരം കൂടിപ്പോയി. അതിനെപ്പറ്റി ആരും ചോദിക്കാനില്ല. അതൊരു പാവപ്പെട്ടവൻ്റെ ഒരു കല്യാണമൊക്കെ ആയിരുന്നെങ്കിൽ മഹല്ലത്തിൽ എന്തെല്ലാം നടപടി എടുത്തിട്ടുണ്ടാവും. പോയാപ്പോ വലിയോൻ്റെ അടുത്തേ പൈസ ഉണ്ട്. അത് കമ്മിറ്റിയും ചോദിക്കൂല, മഹലത്തിലും ചോദിക്കൂല, ആരും ചോദിക്കൂല. നമ്മളെ മുഖ്യ ഉസ്താദാണ് ആ വരേണ്ടത്. ആ കല്യാണത്തിൽ പങ്കെടുത്ത ആളാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? അയാളോട് എന്തു ചോദിച്ചു നോക്കാനെ പോയാപ്പോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, നിങ്ങൾ ഉസ്മാൻ്റെ മോൻ്റെ കല്യാണത്തിന് പങ്കെടുത്ത ആളല്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന കല്യാണം? ഞാനെന്ത് പറയാനാ, കല്യാണത്തിന് ഞാനും ഉസ്താവും പോയിരുന്നു. ഞങ്ങൾ ചോറ് വെച്ചുകാണ്ട് ഞങ്ങളൊന്ന് പോകുന്നു. ഉസ്താദേ, പുതിയാപ്പിള പോയത് എങ്ങനെ അറിയോ? ആനപ്പുറത്ത്. പോരാത്തെന്താ കരിമരുന്നുണ്ട് പൊട്ടിയിട്ട് അവിടെ ആളെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വെച്ചങ്ങണ്ട്. എന്താ തരിക്കങ്ങനെ. പിന്നെ വലിയൊരു കേക്ക്. എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ആഡംബര കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റുമോ ഉസ്താദേ? ഞാനത് മൊയ്തീനല്ലേ, അതൊക്കെ നിങ്ങൾ ഖത്തീബിനോട് പോയി ചോദിച്ചോളി. കോയാപ്പോ ഉസ്താദ് പോയിക്കോട്ടെ, നമുക്ക് നേരിട്ട് പോയിട്ട് ഖത്തീബിനോട് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് നാളെ അവിടെ പണി ഉണ്ടാവില്ല. എനിക്ക് 4 കുട്ടികളാണ്. അതുമല്ല, ഞാൻ വാടക വീട്ടിലാണ് താമസം. എന്നാ ഉസ്താദ് നിങ്ങൾ ബൈക്കോളി. നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ നമ്മൾ സംസാരിച്ചിട്ടുമില്ല. അയാളൊരു പാവം മനുഷ്യനാണ്. സ്വന്തമായിട്ടൊരു വീടില്ല, ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അയാൾക്കല്ല മൂസക്കുട്ടിയെ കഴിഞ്ഞ മാസം പള്ളിക്കൊന്ന് പിരിവ് നടത്തിയത്? അത് 25,000 ഉറുപ്പ്യല്ലേ കിട്ടിയത്. അതുകൊണ്ട് എന്താകാനാ? ആ, നമ്മളെ ഖത്തീബിൻ്റെ വരവുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ആദ്യമാരുണ്ടാകും കൂടെ ഇവിടെ നിൽക്കണ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നുമില്ല ഉസ്താദേ. അല്ല ഉസ്താദേ, ചോദിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. തെറ്റ് തിരുത്താനല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചോളി ഹാജരാ. അല്ല ഉസ്താദേ, ഉസ്മാൻ്റെ മോൻ്റെ കല്യാണത്തിന് നിങ്ങൾ പങ്കെടുത്തതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ കല്യാണം? ഹാജരാ, ആ കാര്യം സംസാരിക്കാതിരിക്കുക നല്ലത്. അതങ്ങനെയാണ് ഉസ്താദേ. അങ്ങനത്തെ ഒരു ആഡംബര കല്യാണം അത് അള്ളാഹ് ഇഷ്ടപ്പെടുവോ? അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെടൂല. പുതിയാപ്പിള പോയതേ ആനപ്പുറത്താണ്. കരിമരുന്ന്, കലാപരിപാടികൾ, ഇതൊന്നും ദീനീപരമായ ഒരു കാര്യമല്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. പിന്നെന്താ നിങ്ങൾ ആ കല്യാണത്തിന് പങ്കെടുത്തത്? കല്യാണം ക്ഷണിച്ചു, പോയി, ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പോന്ന്. മറ്റുള്ള പരിപാടികളൊന്നും കാണാൻ ഞങ്ങൾ നിന്നിട്ടില്ല. എന്നാലും നിങ്ങൾ പോകാൻ പാടുണ്ടായിരുന്നില്ല. ഞാൻ ഈ മഹല്ലത്തിൽ വന്നിട്ടേ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ മുമ്പ് ഇവിടെ ഇങ്ങനത്തെ കല്യാണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അന്നൊന്നും ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടായിട്ടില്ലേ. അന്ന്
നിങ്ങളും കമ്മിറ്റിക്കാരും ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഉസ്മാൻ അങ്ങനത്തെ ഒരു കല്യാണം നടത്തൂലായിരുന്നു. കമ്മിറ്റിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം മുമ്പ് എന്തുകൊണ്ട് എടുത്തില്ല? അത് ശരിയായിരുന്നു. അന്ന് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇതിൻ്റെ കാരണക്കാർ നിങ്ങളൊക്കെ തന്നെയാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം ഈ കാര്യം ഞാനൊന്ന് സംസാരിക്കും. അത് ആവശ്യമാണ് ഉസ്താദെ. ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു കല്യാണം ഈ മാലത്തിൽ നടക്കാൻ പാടില്ല. നിങ്ങളൊരു തീരുമാനം എടുത്തോളി. 40 വർഷമായി ഞാൻ പല മാലത്തിനും ജോലി ചെയ്യണം. ഇങ്ങനത്തെ ഒരു ആഡംബര കല്യാണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ബാങ്ക് കൊടുക്കാൻ സമയമായി. ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദിക്കേണ്ടിയിരുന്നില്ല. ഉസ്താദ് പറഞ്ഞ കാര്യമാണ്. ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തായാലും ഇനി നമ്മളെ ഈ മഹല്ലത്തിൽ ഇങ്ങനത്തെ ഒരു കല്യാണം നടക്കാൻ പാടില്ല. ഈ ഒരു തീരുമാനം പെട്ടെന്ന് കമ്മിറ്റിനെ അറിയിക്കണം. ഇങ്ങനെ നടക്കുന്ന കല്യാണത്തിന് ലക്ഷങ്ങളാണ് പൊടിക്കുന്നത്. ഇതൊക്കെ പാവപ്പെട്ട ഒരാളെ സഹായിച്ചാൽ, ഒരു മക്കളെ കെട്ടിക്കുന്ന കല്യാണത്തിന് സഹായിച്ചാൽ എത്ര പുണ്യം കിട്ടും. നമ്മളെ മഹലത്തിൽ എത്ര രോഗികളുണ്ട്, എത്ര വീടില്ലാത്തവരുണ്ട്, എത്ര പാവപ്പെട്ട കുട്ടികളുണ്ട് കെട്ടിക്കാനുള്ളത്. ഏതായാലും നമ്മളെ മഹല്ലത്തിൽ ഇങ്ങനെ ഒരു ആഡംബര കല്യാണം നടക്കാൻ പാടില്ല. മഹല്ല് കമ്മിറ്റി ഇതിനൊരു പരിഹാരം കാണണം. ഉസ്മാന്റെ ബരവുണ്ട് പോയപ്പോ. ഉസ്മാനെ, കല്യാണം കളിയാട്ടമല്ല, അത് 2 ജീവിതമാണ്. അള്ളാന്റെ അടുത്തുനിന്ന് ബർക്കത്ത് കിട്ടണ്ടേ? കോയാപ്പോ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എനിക്ക് മനസ്സിലായല്ലോ ഉസ്മാനെ. എങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മഹല് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കണം. ഇനി ഇതുപോലൊരു കല്യാണം ആരും നടത്താൻ പാടില്ല. എന്താണെങ്കിലും ഇനിയെങ്കിലും നമ്മളെ മഹല്ലത്തിൽ ഇങ്ങനെ ഒരു ആഡംബര കല്യാണം നടക്കാൻ പാടില്ല. അതിന് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ രാജിവെച്ച് പോകണം. പുതിയ ചെറുപ്പക്കാർക്ക് വിട്ടുകൊടുക്കണം. ഇനി അവർ ഭരിക്കട്ടെ.